ഇത് ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കഥയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് വർലി ആദിവാസി സമൂഹത്തിൽ ഈശോയുടെ ശാന്തിയും സമാധാനവും അവതരിച്ചതിൻ്റെ ആനന്ദമാണ്. മഹാരാഷ്ട്രയിൽ ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന സൗട്ടയ്ക്കടുത്തുള്ള ധാനു പ്രദേശത്തുള്ള ഗോത്രമാണ് വർലി ആദിവാസി സമൂഹം. അജ്ഞതയും നിരക്ഷരതയും അന്ധവിശ്വാസവും കൈമുതലായ വർലി ആദിവാസി സമൂഹത്തിന്റെ ജീവിതം ബലൂൺ ഫാക്ടറിയിലെയും സാരി കമ്പനിയിലെയും സപ്പോട്ടത്തോട്ടത്തിലെയും തുച്ഛമായ വരുമാനത്തെ ആശ്രയിച്ചായിരുന്നു. ഈ ജോലികൾക്ക് പ്രത്യേക പരിശീലനം ആവശ്യമില്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം ഈ സമൂഹത്തിന് ആവശ്യമായി തോന്നിയിരുന്നില്ല. മാത്രമല്ല, മിക്കവാറും എല്ലാവരും സ്വന്തമായി മദ്യമുണ്ടാക്കി കഴിക്കുന്ന ശീലമുള്ളതുകൊണ്ടും അലസത ഇവരുടെ സന്തത സഹചാരിയായി. ക്രമരഹിതവും അച്ചടക്കരഹിതവുമായ ജീവിതശൈലി വർലി ആദിവാസി സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന സമയത്താണ് MSFS മിഷണറി വൈദികനായ റവറൻ ഫാദർ ഡായി സെബാസ്റ്റ്യൻ ചെന്നാൽ ഇവർക്കിടയിൽ വരുന്നത്. ഞാൻ 7 വർഷം മുമ്പ് ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും ഈശോയെ പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുമെന്ന്. പക്ഷേ ദൈവം അതിന് എനിക്ക് വഴിയൊരുക്കി തന്നു. ഇതിൻ്റെ തുടക്കം 2014 ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള MSFS സഭാംഗമായ ഓസ്റ്റിൻ അച്ഛനും ചേർന്ന് ഇവിടെ ഒരു മാസത്തെ നിത്യാരാധന ഞങ്ങൾ സംഘടിപ്പിച്ചു. ഈ ഒരു മാസത്തെ നിത്യാരാധന കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്നിരുന്ന ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം കണ്ട് അവർക്ക് ഒത്തിരി താല്പര്യം തോന്നി. ഈ അച്ഛന്മാർ ഒരു മാസം മുഴുവൻ ഈശോയുടെ അടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്കും ഞങ്ങളുടെ ജീവിതം ഒരു പ്രേരണമായി തീർന്നു. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും ഞങ്ങളുടെ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റവും ആൾക്കാരോടുകൂടിയുള്ള പെരുമാറ്റവും എല്ലാം കണ്ട് അവർക്കൊരു പ്രേരണയായിരുന്നു. ഇതെല്ലാം കിട്ടിയത് ഈശോയിൽ നിന്നായിരിക്കുമെന്ന് അവരുടെ ഒരു മനസ്സിലേക്കൊരു ബോധം വന്നു. ഇനി ഞാനത് വിചാരിക്കുമ്പോൾ ഈ ബുദ്ധിയും ഈ ബോധവും ഈശോയാണ് അവർക്ക് നൽകിയത്. ഒരു മാസത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ഇവരും ഈ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്കും ഈശോയുടെ അടുത്തിരുന്ന് സ്വല്പം നേരം പ്രാർത്ഥിക്കണമെന്ന്. പിറ്റേ ദിവസം വൈകുന്നേരം ഈ ചേച്ചിയുടെ ഭർത്താവും ഞങ്ങളുടെ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ചാപ്പൽ തുറന്നു കൊടുത്തു. അവർ അവിടെ ഇരുന്ന് 5 മിനിറ്റ് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷം തിരിച്ചുപോയി. പിറ്റേ ദിവസവും ഈ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ വീണ്ടും ചാപ്പൽ തുറന്നു കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ എന്തോ പറയുന്നത് പോലെ, ഞാനാണ് അയച്ചത് ഇവർക്ക് എന്നെ പറഞ്ഞു കൊടുക്കുക, എന്നെക്കുറിച്ച് ഇവർക്ക് അറിവ് കൊടുക്കുക എന്നൊരു ഇന്നർ വോയിസ് എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിലിരുന്ന് സ്വല്പ നേരം പ്രാർത്ഥിച്ചു. അവരെ ആശീർവദിച്ച് തിരിച്ചു വിട്ടു. പിറ്റേ ദിവസം അവരും അവരുടെ മക്കൾ 4 പെൺപിള്ളേരാണ്. ആ 4 പേരും പ്രാർത്ഥിക്കാൻ വൈകുന്നേരം 7 മണിയായപ്പോൾ വന്നു. മെർമിയർ ആശ്രയ കേന്ദ്രത്തിൽ ഡായി അച്ഛൻ ഒരുക്കിയ പ്രാർത്ഥനാ കൂട്ടായ്മ
ഒരു മാസം കഴിഞ്ഞതോടെ സജീവമായി. ജപമാലയും സുവിശേഷ വ്യാഖ്യാനവും ഉൾക്കൊള്ളിച്ചുള്ള പ്രാർത്ഥനാ ശൈലി വർലി ആദിവാസി ഗോത്രത്തിലെ നിരവധി പേരിൽ മാറ്റങ്ങളുണ്ടാക്കി. ശാന്തിയും സമാധാനവും നിറഞ്ഞ ആ ജീവിതശൈലി ആദിവാസികളെ കൂടുതലായി ആകർഷിക്കുകയും പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കാളിത്തം വർദ്ധിക്കുകയും ചെയ്തു. വർലി ആദിവാസികളുടെ പ്രാർത്ഥനയിലുള്ള തീക്ഷ്ണത മനസ്സിലാക്കി മധ്യസ്ഥ പ്രാർത്ഥനയും ആരാധനയും വർഷത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള നിത്യാരാധനയും ഒരുക്കി. ഏകദേശം 300ഓളം പേർ ഇപ്പോൾ ഈ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് അവധി ദിനമായ വെള്ളിയാഴ്ചകളിൽ പങ്കെടുത്തു വരുന്നു. आपला येशू चांगला आहे, आपण त्याच्याच मागे चलावं. आपला येशू चांगला आहे, आपण त्याच्याच मागे चलावं. हो 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 सांगत हो तुम्ही येशू देवाला, सांगत हो तुम्ही येशू देवाला. पापाची आठवण दे रे मला, पापाची आठवण दे रे मला. हो 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 आपला येशू चांगला आहे, आपण त्याचेच मागे चलावं. आपला येशू चांगला आहे, आपण त्याचेच मागे चलावं. हो 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 सांगत हो तुम्ही येशू देवाला, सांगत हो तुम्ही येशू देवाला. पवित्र आत्मा दे रे मला, पवित्र आत्मा दे रे मला. हो 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 आपला येशू चांगला आहे, आपण त्याच्याच मागे चलावं. आपला येशू चांगला आहे, आपण त्याच्याच मागे चलावं. हो 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 सांगत हो तुम्ही येशू देवाला, सांगत हो तुम्ही येशू देवाला. सैतानाचे हाती देव नको मला रे, सैतानाचे हाती देव नको मला. हो 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 आपला येशू चांगला आहे, आपण त्याच्याच मागे चलावं. आपला येशू चांगला आहे, आपण त्याच्याच मागे चलावं. हो 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 मला 4 वर्ष झालं प्रार्थनाला म्हणजे जायचं फादरचे तिकडे. तर मला अनुभव आहे काय, माझ्या घरात नशा पाणी पेत होते माझे घरवाले पण, माझे पोरांना पण म्हणजे चांगलं शिक्षणाला आशीर्वाद आहे. आम्हाला अनुभव आहे. आमचा देव म्हणजे परमेश्वर एकूच आहे. तो सगळ्यांना म्हणजे चांगला तो करणारा देव आहे. असं काय तो म्हणजे प्रार्थना करायला म्हणजे शब्द बोलायचे तरी पण तो चांगला करतो. का देवा मला तू चांगला ठेव, चांगला कर. असं काय आजारी असेल तरी पण आम्ही तेलाचा वापर करून ना तो आम्हाला चांगला करतो, तेल पाणी लावून ना. तसंच आमच्या मुलांच्या पण चांगला म्हणजे शिक्षणाला पण आशीर्वाद. तसाच माझ्या घरवाला पण तो नशात होता, तो पण नशा त्याचे 4 वर्ष झाले आता, त्याचे बिलकुल नशा नाही मिळत, नशा सुटून गेली त्याची. तर देवाला आम्ही आभार मानतो, देवाला धन्यवाद देतो. आम्हाला पण 4 वर्ष झाला. माझ्या घरवाला फार ताळी काढत होता आणि फादर इकडे आला ना, आम्हाला काय अनुभव मिळाला. फादर तिकडे पोराला हॉस्टेलचे घेऊन आला. फादरला आम्ही बोलवलं, काही फादर सांगायला आहे तर इकडे ये फादर. आम्ही चहा बनवून दिला त्याला ना, आमचे अनुभव त्या नांगला. तर आम्ही तिकडे फादरकडे गेली. 4 वर्षात माझ्या घरवाला नशा करत होता, तो पण नशा पण त्या सोडून दिली. आमची पोरा चांगली शिकत आहे. आम्ही 8 वर्ष आता कोठं दवाखान्यात पण नाही जात. प्रार्थना केली काय बरं येतात. भक्ताकडे नाही काय मूर्तीपूजन काहीच नाही, कोठेच नाही जातात. खाली परमेश्वरा येशूवर विश्वास ठेवून आमचे आजार निघून जातात ना.
तसेच आम्हाला काय काय बघायला नाही मिळालं होतं ते पण फादरने दाखवला. केरला पण बघून आले, तिकडे वेलणकणी पण बघून आले, मग गोव्याला पण जाऊन आणला, मग याला उत्तमला पण आणि पनवेलला पण. हे सगळं आम्ही नांगेल नाही होता तर फादरने आम्हाला देवसारखा देव पाठवून ना फादरच्या द्वारे असगा नांगून दिला, दाखवून दिला. त्याबद्दल देवाला धन्यवाद. आणि पोरं पण फार चांगली शिकत आहे. हॉस्टेलला इकडे जा फादरकडेच. आणि फादर आम्हाला एकूण एक गोष्टीमध्ये मदत करतात. पोरांना शाळेत जाया पण पैसे देतात भाड्याला, आणि कॉलेजला जात तर पैसे भाड्या करायला देत, आणि मदत पण फार करतात आहे ना. देऊच सारखा पाठवून दिलेला आहे परमेश्वर. आमचे फादरला आम्ही आभार मानू, आणि त्याच्या पवित्र आत्मा देवाने दिला आहे फादरला. फादर आहे तर देऊच सारखा आहे आमच्या परमेश्वर, आणि आमच्या जीवनच का बदलून जा दिला आहे फादरच्या द्वारे. धन्यवाद देवाला. आमच्या घरात फार नशा करत होता आमच्या घरवाला, तर फार आजारी पडला. तर मग फादरने फार आम्हाला मदत केली ना. तसाच घरात पण काही नीटीला राहत नाही होता. आम्हाला फार खायचं पण वांदं होतं. त्याच्यात पण आता काहीच आम्हाला घट नाही पडत. असं आम्हाला भरपूर मिळत आहे. फार आजारी होता, फार मोठा आजार होता त्याला. तर फादरने पण फार मदत केली, आम्ही पण फार हिंडली. पण देवानं आजार तो अख्खा काढून टाकला आहे, त्याबद्दल धन्यवाद. आता आम्हाला काहीच नाही, घरात काय कॅचीच कमी नाही. थोडा पैसा मिळाला पण काहीच कमी नाही. त्याबद्दल फादरला पण धन्यवाद, देवाला पण धन्यवाद. പാലാ രൂപതയിൽ കുരുവിനാൽ ഇടവകാംഗമായ ഫാദർ ഡായി സെബാസ്റ്റ്യൻ MSFS സന്യാസ സമൂഹത്തിലെ ഗോവ പ്രൊവിൻസ് അംഗമാണ്. സന്യാസ സമൂഹത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെ തന്നെയുണ്ടായാലും അതിനോടൊപ്പം തൻ്റെ ചുറ്റുമുള്ള ചേരി നിവാസികൾക്കും ആലംബഹീനർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഡായി അച്ഛൻ്റെ പ്രത്യേകതകളാണ്. പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നവരുടെ വീടുകളിൽ തുടർച്ചയായി സന്ദർശിച്ച് അവരുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കുകയും കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുകയും ഉപദേശങ്ങൾ നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വഴി വർലി ആദിവാസി ഗോത്രത്തിന് ഡായി അച്ഛൻ പ്രിയങ്കരനായി. പ്രാർത്ഥനയുമായി ബന്ധമില്ലാത്ത കുടുംബങ്ങളിൽ കടന്നു ചെല്ലാനും അവർക്ക് ആശ്വാസം നൽകാനും സഹായിക്കാനും ഡായി അച്ഛൻ മടി കാണിച്ചിരുന്നില്ല. മെർമിയർ ആശ്രയ കേന്ദ്രത്തിലൂടെ ജാതിമത ഭേദമന്യേ എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള സൗകര്യമൊരുക്കി. വീടുകളിലെ അസൗകര്യങ്ങൾ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് കൊണ്ടുപോകുന്ന മനസ്സിലാക്കി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു അത്. കൂടാതെ വിദ്യാലയങ്ങളിൽ നിന്ന് വിദൂരങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് ഹോസ്റ്റൽ ഒരുക്കുകയും ചിട്ടയായ ജീവിത രീതി ക്രമീകരിക്കുകയും ചെയ്തു. വിനോദത്തിനും കായിക പരിശീലനത്തിനും പ്രാർത്ഥനകൾക്കും ഊന്നൽ നൽകിയ ഈ മെർമിയർ ആശ്രയ കേന്ദ്രം വർലി ആദിവാസി സമൂഹത്തിന് പ്രത്യാശയുടെ പന്തമായി ജ്വലിക്കുകയാണ്. मी काय नाही थाळीचा धंदा करत होता. धंदा म्हणजे तो काय असं 700-800 रुपये दिवसा मला कमावायचे. पण ते काय घरामध्ये काही राहत नाही. ते काय ना असं शांती, घरामध्ये शांती काय नाही होती. असं पोरापोर असे गाज घोंगाट असं होतं. म्हणून आमची म्हणजे ती बहिणी बायको जात होती, अशी प्रार्थनाला जात होती. ती म्हणाली काय तुम्ही पण चला याच्यात, असं आपल्या काय घरामध्ये शांती मिळत नाही, काय नाही, याच्यात तरी जाऊ तर शांती मिळेल असं करून आम्ही साडीचा धंदा पण करून टाकला. मग आम्ही हा इकडे यायला लागले फादरकडे. फादर म्हणाला की आम्ही तिथे चला असं, म्हणून आम्ही इथे आले. आता आमच्या घरामध्ये पण शांती आहे, पोराला पण शांती आहे. त्याच्यात आहे ना आमचं म्हणजे एकदम चांगलं चाललं आहे. आता परिवार एकदम जीवनात चांगलं आहे. आता पोरा शिक्षणात म्हणजे बरे चालत आहे. तसं घर परिवार एकदम शांतीशी आहे. काय म्हणजे काही गाज गुंगाट काय नाही मिळत तिथे. एकदा आशीर्वादने आम्हाला येशून आशीर्वाद दिलेला आहे. त्या घरामध्ये पण चांगलं होतं आमचे. माझे नाव आकाश आहे. मी आता सध्या सिव्हिल इंजिनिअरिंग करत आहे डिप्लोमामध्ये. माझ्या आधीची लाईफ होते, मी जेव्हा 10वी कंप्लीट केली त्याच्यानंतर मी आयुष्य जगायचे होतं, चांगल्यारीत्या जगायचे होते. म्हणून मी काय करू ह्याची मला दिशा भेटत नव्हती.
तरी पण मी इकडे डहाणूला आलो आणि डाय फादर यांच्याशी माझी भेट झाली. त्याच्यानंतर इकडे आल्यानंतर मला काय अभ्यासाचे म्हणजे थोडं होतं, पण कसं अभ्यास करायचा आणि कसं आपण माणूस तर आहोतच, पण माणूस म्हणून कसं जगायचं हे डाय फादरांकडून शिकले. त्यांच्याकडून मी 5 तत्त्व घेतले आणि ते 5 तत्त्व मी आयुष्यात माझ्या आणले. त्याच्यामुळे आज मी इकडे थोडं अभ्यासात आणि चांगला आणि प्रत्येक गोष्टीमध्ये ॲक्टिव्हिटीजमध्ये मी चांगला वागत आहे. ते 5 डिसिप्लिन म्हणजे फादरने मला हार्डवर्क करायला शिकवलं आहे, क्लिनिंग करायला शिकवलं आहे, कम्युनिकेशन माणसांशी करायला शिकवलं आहे आणि अजून आपल्या आयुष्यामध्ये जे आपल्या देवाने दिलेलं आहे ते देवाला धन्यवाद म्हणण्यासाठी प्रेयर करायला शिका. आणि हे आम्ही 5 गोष्टी आम्ही माझ्या आयुष्यात आणले आणि आज मी अभ्यासात आणि प्रत्येक गोष्टीत खूप चांगला आहे. म्हणजे कॉलेजमधून पण म्हणजे प्रत्येक गोष्टीत माझ्या कॉम्पिटिशनमध्ये पण प्रत्येक गोष्टी मी नंबर 1 किंवा 2nd प्राइज आणतच आहे. आणि थँक्यू फादर इकडे मला राहायला देणं आणि माझे आयुष्य चांगले घडवल्याबद्दल मी त्यांचं खूप खूप आभार आहे आणि पूर्ण त्यांच्या संस्थाला मी खूप खूप ധन्यवाद बोलतो. ഇവിടെയുള്ള ആദിവാസികൾ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. അന്ധവിശ്വാസത്തിൻ്റെയും ആൽക്കഹോളിസത്തിൻ്റെയും അന്ധകാരത്തിൽ അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. വാർലി സമൂഹത്തിൻ്റെ വാർലി ആദിവാസികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അന്ധവിശ്വാസവും ആൽക്കഹോളിസവും. അത് മാറ്റിയിട്ടൊരു സംസ്കാരം ഇല്ല എന്നാണ് എല്ലാവരും ആദിവാസികളും അതേപോലെ തന്നെ ആദിവാസികളല്ലാത്തവരും ഉള്ള ഒരു ചിന്താഗതി. പക്ഷേ ഈശോ അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ അന്ധവിശ്വാസത്തിൽ നിന്നും ആൽക്കഹോളിസത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്ന് അവർ പുറത്തു വന്നു. ഈശോ അവരുടെ ആ സംസ്കാരത്തിലേക്ക് അവർ സ്വീകരിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന 250 ആൾക്കാരും അന്ധവിശ്വാസത്തിൽ നിന്നും ആൽക്കഹോളിസത്തിൽ നിന്നും അവർ മോചിതരായിരിക്കുകയാണ്. ഇവരുടെ ജീവിതം കണ്ട് കൂടുതൽ ആൾക്കാരിപ്പോൾ ഈ ഈശോയെ അറിയുന്നതിന് വേണ്ടിയും ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലും എനിക്ക് വലിയൊരു അനുഭവമാണ് ഇവരിൽ നിന്ന് പഠിക്കുവാൻ സാധിച്ചത്. എന്നാൽ ഞാൻ ഇവരുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. പക്ഷേ ഇവരുടെ കുടുംബത്തിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ഇവർ അനുകരിക്കുന്നതും ക്രിസ്തുവിൽ അവർ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നെപ്പോലെയുള്ള ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്ത്യാനിയായി ജനിച്ചവൻ ഒരു ക്രിസ്തുവിൻ്റെ 10-1 തത്വം പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുന്നില്ല. പക്ഷേ ഈ ആദിവാസികൾ, ഈ വാർലി ഗോത്രത്തിൽപ്പെട്ട ആദിവാസികൾ ക്രിസ്തുവിനെ അറിയാതെ തന്നെ ക്രിസ്തുവിൻ്റെ ഒത്തിരി തത്വങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഈശോയെ അറിഞ്ഞപ്പോൾ അവർക്കും അവരുടെ സംസ്കാരം മാറ്റാതെ, അവരുടെ സംസ്കാരത്തിൻ്റെ വ്യതിയാനം കാണിക്കാതെ അവർ ഈശോയിൽ വിശ്വസിക്കുന്നു. അവരുടെ സംസ്കാരത്തിൽപ്പെട്ട ചീത്തയായ ചിന്തകളും ആചാരങ്ങളും ദുശ്ശീലങ്ങളും മാറ്റി അവർ ഈശോയെ അനുകരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ ഇടയിൽ തന്നെ വളരെയധികം പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുന്നു. അവരുടെ ഇളവിൽ കളവോ ചതിയോ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ 7 വർഷമായി ഞാൻ ഒരിക്കലും എൻ്റെ മുറി പൂട്ടിയിട്ടില്ല. എവിടെ പുറത്ത് പോയാൽ പോലും മുറി ഇവിടെ തുറന്നാണ് കിടക്കുന്നത്. രാത്രിയിൽ ഉറങ്ങി കിടക്കുമ്പോൾ പോലും ഞാൻ സാധാരണ പല ദിവസവും മുറി അടച്ച് കുറ്റിയിടാറില്ല. അത്രമാത്രം നല്ല ആൾക്കാരാണ് ഇവർ. ഇവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാനുണ്ട്. വെർലി ആദിവാസി സമൂഹം ഈശോയെ അറിയാൻ തുടങ്ങിയതോടെ അവർക്കിടയിൽ ഈശോ ജനിച്ച പ്രതീതിയാണ് എല്ലാ സമയവും. ഒരു ഡിസംബർ 25 മാത്രം നിൽക്കുന്നതല്ല ഈ ക്രിസ്മസ് ആഘോഷം. കളവും ചതിയും നുണയുമില്ലാത്ത വെർലി ആദിവാസി ഗോത്രത്തിന് ഈശോയുടെ സ്നേഹം വേഗം മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ
ജീവിതം ശാന്തതയും ആനന്ദം നിറഞ്ഞതുമായി മാറി. ഡായി അച്ഛനെ പോലുള്ള മിഷണറി വൈദികരുടെ കഠിനാധ്വാനം നല്ല മണ്ണിൽ വചനവിത്തുകൾ വിതച്ച് ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമായി. നിഷ്കളങ്കതയുടെ പിറവി തിരുനാൾ ആഘോഷങ്ങൾ വർലി ആദിവാസി സമൂഹത്തിനെ സ്വർഗീയ പാതയിലേക്ക് എത്തിക്കുമ്പോൾ മറ്റു ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് ഒരു പാഠമാകുകയാണ് ഈ ആദിവാസി ക്രിസ്മസിന്റെ കഥ.